അധികാരത്തിൽ 2014 മുതൽ അല്ലെങ്കിൽ ഈ 2024 എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഈ സംസ്ഥാനങ്ങളിൽ മികച്ച രീതിയിലുള്ള പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നടത്താനും അതുവഴി ഈ സംസ്ഥാനങ്ങൾ മുഴുവൻ നമ്മുടെ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങൾ തന്നെയാണെന്നുള്ളത് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ജനങ്ങളെ ബോധ്യപ്പെട്ടു. അപ്പൊ ഇതുകൊണ്ട് മനസ്സിലായിരിക്കുന്നു UP എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലോ അവിടെ നിന്ന് ഉണ്ടാകുന്ന MP-മാരോ MLA-മാരോ ആരും തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലുള്ള മാർഗരേഖയും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത്. അപ്പോ ഈ വിഷയങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും BJPക്ക് ഭരിക്കാനുണ്ടായ സാധ്യത വരുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഗോവയിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് തുടരെ വരുന്ന അവിടുത്തെ BJP സർക്കാരിന് കൃത്യമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കാണുന്ന കേരളത്തിലെ ക്രിസ്ത്യൻ ജനസമൂഹം ഈ ക്രിസ്ത്യൻ ജനസമൂഹത്തെ ഈ തവണയും മണിപ്പൂർ വിഷയം പറഞ്ഞുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്. അത് പ്രധാനമായിട്ട് BJPക്ക് ഏറ്റവും